ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുത്തൻ ഉണർവുമായിട്ട് പുതിയൊരു ദിവസത്തിലേക്ക്, പുതിയൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് അതിൻ്റെതായ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ മുറ്റത്ത് ഇങ്ങനെ വെറുതെ ഉല്ലാത്തതാണ്. അപ്പൊ ഉല്ലാത്ത കൊണ്ട് ഇരിക്കുന്ന സമയത്ത് കുറച്ചു നേരമൊക്കെ അതൊരു രസമാണല്ലോ നമുക്ക്. അത് നേരം വെളുത്തതിന് ശേഷമാണല്ലോ നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയൊക്കെ നടക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് മുൻപുള്ള ഒരു ഉല്ലാത്തലാണ് കേട്ടോ. അപ്പൊ ഞാൻ ക്യാമറ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ടൊക്കെ മാറ്റി നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവും പോസൊക്കെ. അങ്ങനെ ചേട്ടൻ മുകളിൽ ആ ചെടികൾ തൂക്കിയിട്ടത് നനയ്ക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ ഇങ്ങനെ അവിടെ റീൽസിന് വേണ്ടി ഷൂട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പക്ഷെ ചേട്ടൻ അത് വ്ളോഗ് പോലെ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ കാരണം ഞാനത് വ്ളോഗിലേക്ക് ആക്കിയതാണ് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നതല്ലേ ചോദിച്ചാൽ അതെ, ഞാൻ ആ ഡ്രസ്സ് തന്നെയാണ്. എനിക്ക് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സാധാരണ വീട്ടിലിടുന്ന ഡ്രസ്സ് എടുത്തിടും. അപ്പൊ ആ കാരണം പല വീഡിയോയിലും ഒരേ ഡ്രസ്സൊക്കെ നമുക്ക് കാണാം. അത് പലപ്പോഴും പല ദിവസങ്ങളിൽ തന്നെയാണ് കേട്ടോ. അതല്ലാത്തത് ആണെങ്കിൽ ഞാൻ അത് അന്നത്തെ വീഡിയോയുടെ ബാക്കിയാണെന്നൊക്കെ പറയേ. ഇത് ഇന്നലെ ഇട്ട അതേ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ റീൽസിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളായിരുന്നു, അഭിനയങ്ങളായിരുന്നു. കോപ്രായം എന്നൊന്നും ഞാൻ പറയില്ല, എന്റെ അഭിനയങ്ങളായിരുന്നു, എന്റെ കഴിവുകളൊക്കെ കാണിക്കായിരുന്നു. അപ്പൊ ചേട്ടൻ അത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു അബദ്ധം പറ്റി. ആ കാരണതാ ഊഞ്ഞാലാടുന്നതാണ്. എനിക്ക് ഇങ്ങനെ ആടാറുണ്ട്, നല്ല രസമാണ്. ഞാനും മക്കളൊക്കെ ഇങ്ങനെ ആടാറുണ്ട്. ചേച്ചിയുടെ മക്കളെയാണ് കേട്ടോ ഞാൻ മക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാണ്. നിറച്ച് പൂക്കൾ വീഴുന്നുണ്ട്, നിറച്ചുണ്ട്, മുകളിലൊക്കെ നിറച്ചുണ്ട്. നമ്മൾ ഈ ഇലകൾ കാരണം അങ്ങോട്ട് കാണാത്തതാണ്. ടെറസിൽ കയറി നിന്നാ നിറച്ച് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അത്ര മനോഹരമായിട്ട് സുന്ദരമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു കാട്, എനിക്ക് ഇവിടേക്ക് വരുമ്പോൾ ഞാനൊരു കാട്ടിൽ നിൽക്കുന്ന പോലെ. എനിക്ക് കാട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടാണ് ഈ ഭാഗത്ത് വന്ന് നിന്ന് ഞാൻ എപ്പോഴും സംസാരിക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും എല്ലാം. ഈ ഭാഗത്ത് എനിക്ക് ഈ ഭാഗം ഒത്തിരി ഇഷ്ടമാണ്. ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ്. അങ്ങനെ അവിടെ വന്നപ്പോ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കണ്ടപ്പോ അങ്ങനെയും അവിടെ നിന്ന് കുറെ ഷൂട്ട് ചെയ്തു. ഞാൻ കിളികളെയാണ് ഉദ്ദേശിച്ചത്. അവിടെ കിളികൾ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അത് അവരെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ക്ലാരിറ്റിയും ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ വീട്ടില് സെറ്റിയിൽ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിറച്ച് കിളികൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഒന്നിനും കാണാനില്ല, എനിക്ക് തന്നെ കാണാനില്ല, ഒരു ക്ലാരിറ്റിയും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ. അവര് പറന്നുപോയോ എന്നറിയില്ല. ഞാൻ ക്യാമറ ഓണാക്കുമ്പോഴേക്കും പറന്നു പോയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ക്ഷമിക്കണേ എല്ലാവരും. അങ്ങനെ രാവിലത്തെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയിലൂടെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ അവിടേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ പിന്നെ നമ്മുടെ തട്ടകത്ത് വന്നു, കിച്ചണിലെത്തി. ഈ കിച്ചണിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ചായക്കുള്ള ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ നടത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഗ്യാസ് കത്തിച്ച് നമുക്ക് അങ്ങ് തുടങ്ങാം അല്ലെ. അങ്ങനെ ഗ്യാസ് ഒക്കെ കത്തിച്ചു, ചായക്കുള്ള വെള്ളം വെച്ചു. അതായത് പനം കൽക്കണ്ടും ഇഞ്ചിയും ചേർത്തിട്ടുള്ള ചായ. അങ്ങനെ അരിക്ക് വെള്ളം വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ അരി കഴുകിയിട്ടില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ പിന്നെ അരി കഴുകാം എന്ന് വിചാരിച്ചിട്ട് അരിയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ആക്കാം എന്ന് വിചാരിച്ചത്. സാധാരണ ഞാൻ അങ്ങനെയാണല്ലോ, ആദ്യം ചായ വെക്കും, പിന്നെ നേരെ കുക്കർ അടുപ്പത്ത് വെക്കും. അതാണ് എന്റെ ചിന്തയുണ്ടായിരുന്നത്. അപ്പൊ അരി കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അരി കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. അപ്പൊ അരി കഴുകിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവുക. അതൊന്നുകൂടി ചളി ഒന്നുകൂടി അതിന്റെ ഒരു ഇത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുക്കറിലേക്ക് നമ്മൾ അതങ്ങ് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾക്ക് പാത്രത്തിൽ വെള്ളം പിടിച്ച് നമ്മളുടെ ഈ അരിയുടെ ബാക്കി ഉണ്ടായിരുന്നു, കുറച്ചും കൂടി അരി ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു പാത്രത്തിൽ. അപ്പൊ അതും കൂടിയൊക്കെ ഒന്ന് നമ്മൾ അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇനി ഈ പാത്രത്തിൽ ഇനിയും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു അരിമണി പോലും കളയരുതെന്നാണല്ലോ. അപ്പൊ കഴിയുന്നത് നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ എന്താ പറയാ, ഞാനിതൊക്കെ അരിയൊക്കെ കുക്കറിലേക്ക് ആക്കി പിന്നെ വെള്ളം പിടിക്കുകയാണ്. പാത്രത്തിൽ വെള്ളം പിടിക്കുകയാണ്. കുക്കറിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം കേട്ടോ. അത് കുറച്ച് പിടിച്ചിട്ട് അത് കുക്കറിലേക്ക് ഒഴിക്കും. അതിനുശേഷം
വീണ്ടും വെള്ളം പിടിക്കുക. ഈ സമയത്താണ് ഏട്ടന്റെ ഒരു അശരീരി ഉണ്ടായിരുന്നത്. അത് ഞാൻ പറയാൻ മറന്നുപോയി, ഇന്ന് ഞാൻ കുന്നംകുളത്തേക്കാ പോകുന്നത്, അപ്പൊ എനിക്ക് ഊണ് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എന്താ വെച്ചാ അങ്ങനെ പോകുമ്പോ അവര് എല്ലാരും കൂടി ഒരുമിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാറ്. അപ്പൊ പുറത്തു പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചതാ. അപ്പൊ അരിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കലൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ ഞാൻ ചോറ് വെക്കാം, രാത്രിയിലേക്ക് കഞ്ഞി വെക്കാലോ, വേറെ ഒരു പരിപാടി ഉണ്ടാവില്ല, അത്ര തന്നെ. ഇത് ഞാൻ കഴിപ്പിച്ചിട്ടേ പറ്റുള്ളൂ. കഴിപ്പിക്കും ഞാൻ, ചോറൊന്നും കൊണ്ട് കളയാൻ പറ്റില്ലല്ലോ നമുക്ക്. അങ്ങനെ ഞാൻ അതില് അരി ഊറ്റാനുള്ള വെള്ളവും റെഡിയാക്കി വെച്ചു. അപ്പം ഞാൻ ചെറുപ്പയറാണ് കേട്ടോ. അപ്പൊ ചേട്ടന് ഞാൻ ചെറുപ്പയറും ചക്കയൊക്കെ കൂടി ഒരു എരിശ്ശേരി വെക്കാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏട്ടൻ പറഞ്ഞു ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ചെറുപ്പയർ മാത്രം മതി, എനിക്ക് ഉച്ചയ്ക്കും അതേലും രാവിലെ ആയാലും എനിക്ക് ചെറുപ്പയർ മാത്രം മതി. വേണമെങ്കിൽ നമുക്ക് ഒരു ചക്ക എരിശ്ശേരി ഉണ്ടാക്കാം. ചക്കയൊക്കെ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്, എപ്പോ വേണമെങ്കിലും എടുത്ത് കറി വെക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പൊ പിന്നെ കുക്കർ റെഡിയാക്കി വെച്ചു. അപ്പൊ ഇനി ചായക്കുള്ള വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഇനി അരിക്കുള്ള കുക്കർ നമ്മൾ മുകളിലേക്ക് കയറ്റി വെച്ചു. ഇനി ചായ തിളച്ചിട്ട് നമുക്ക് റെഡിയാക്കാം. ഇനി അതായത് ചെറുപ്പയറുള്ള കുക്കർ അടപ്പത്തൊട്ട് വെക്കാം. അതുവരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പണ്ട് ചായ തിളച്ചു. ചായ തിളച്ചപ്പോ ഞാൻ വേഗം അത് ചായലപ്പൊടി ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. ചായലപ്പൊടി ഇട്ടു. ചായ ഇറക്കി വെക്കാം നമുക്ക്. അപ്പൊ അത് ഒരു തിള വന്നാൽ മതി. അത് ഒരുപാട് തിളക്കാൻ പാടില്ല. കട്ടൻ ചായ ആണെങ്കിൽ അങ്ങനെ ഒരുപാട് തിളച്ചു മറിയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അത് കുക്കറൊക്കെ അടപ്പത്തേക്ക് വെച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഇനി കപ്പെടുത്തു, ചായ ഒഴിക്കാം, കപ്പിലേക്ക് ചായ ഒഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ ചായ ഒഴിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഒരു അബദ്ധം ചെയ്തു. ചായ ഒഴിക്കണതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടൻ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്ന കൂട്ടത്തിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതൊക്കെ പിന്നെ ഈന്തപ്പഴം, അത് കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചേട്ടൻ പാക്കറ്റിലേക്ക് കുറച്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനും കൂട്ടത്തിൽ കൂടി കുറച്ച് കഴിക്കാനൊക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കൂട്ടാൻ കാച്ചാന്ന് വിചാരിച്ചു. വെളുത്തുള്ളിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ കാച്ചുന്നത് കൂട്ടാനില്. അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ചെറുപ്പയറിൽ ഉപ്പിടാതെയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. കാരണം അപ്പോഴേക്കും ഈ നമ്മുടെ വെളുത്തുള്ളി അങ്ങോട്ട് ഏതാണ്ടൊക്കെ ആയി മുരിഞ്ഞു തുടങ്ങിയില്ല. വെളുത്തുള്ളി പെട്ടെന്ന് മുരിഞ്ഞു പിടിക്കുമല്ലോ. അപ്പൊ അത് കാരണം ഞാൻ വേഗം എന്നിട്ട് എന്താ പറയാ മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാന്ന് വിചാരിച്ചു. കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് ഉപ്പേരി കൂട്ടാൻ പോലെയാണ് ഉണ്ടാക്കുന്നത്. ഏട്ടന് രാവിലേക്ക് കഞ്ഞിയാണ് ആവശ്യം. അപ്പൊ പിന്നെ ഉപ്പേരി കൂട്ടാൻ റെഡിയാക്കുന്നു. അപ്പൊ പിന്നെ ഉപ്പേരി കൂട്ടാൻ മാത്രം മതി ഏട്ടന്. അപ്പൊ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പൊ പിന്നെ അതങ്ങോട്ട് കാച്ചിയെടുത്തപ്പോ ഒരു പണി അങ്ങോട്ട് കഴിഞ്ഞു. അപ്പൊ രാവിലത്തോടു കൂടി ഇന്നത്തെ പണികൾ കഴിഞ്ഞു. പക്ഷെ പാത്രങ്ങൾ കഴുകാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വേറെയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു, ഉച്ചവരെയുള്ളത്. അപ്പൊ എല്ലാവർക്കും അജിന്ത്യ പ്രസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ. ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയില് വീണ്ടും കാണാം കേട്ടോ. പയറുകറിയൊക്കെ ഡ്രൈ ആയി, ഉപ്പേരി പരുവത്തിലായി. ഇനി നമുക്ക് കഴിക്കേ വേണ്ടൂ. അപ്പൊ ഏട്ടനെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഏട്ടൻ ഓഫീസിലേക്ക് പോവാൻ റെഡിയായി നിൽക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങളും കഞ്ഞിയൊക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കണേ. ബൈ, ടാറ്റാ, ബൈ.